കോൺഗ്രസ് തച്ചമ്പാറ മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് റിയാസ് സിപിഎമ്മിലേക്ക്. സിപിഎം ജില്ലാ സെക്രട്ടറി എൻ സുരേഷ് ബാബു റിയാസിനെ സ്വീകരിച്ചു. കോൺഗ്രസ് പുറത്താക്കിയതിന് പിന്നാലെയാണ് റിയാസിന്റെ സിപിഎം പ്രവേശനം. ലൈംഗിക പീഡനാരോപണത്തെ തുടർന്നാണ് റിയാസിനെ പുറത്താക്കിയതെന്നാണ് കോൺഗ്രസ് പറയുന്നത്. എന്നാൽ റിയാസ് അത് നിഷേധിച്ചു. ഭീഷണിപ്പെടുത്തിയെന്നാണ് പോലീസ് കേസെന്നും കോൺഗ്രസ് നേതൃത്വം അഴിമതിക്കാരന് കൂട്ടുനിൽക്കുകയാണെന്നും റിയാസ് ആരോപിച്ചു. സന്ദീപ് പറഞ്ഞ ഒരു പയ്യന്റെ പേരിൽ അവന് ബാങ്കിൽ ഡെയിലി കളക്ഷന് നിന്ന ഒരു പയ്യനാണ്. ഇവന് ഇത് ജോലി കൊടുക്കാന്ന് പറഞ്ഞ ഇതിപ്പം കൊടുക്കാതെ ഈ 11 ലക്ഷം തരുന്ന ആൾക്ക് കൊടുത്തതാണ് ഈ ജോലി. പാർട്ടിക്ക് വലിയ സംഭാവന കിട്ടട്ടെ എന്ന് വെച്ചിട്ട് കൊടുത്തതാണ്. ഈ പയ്യൻ ബാങ്കിനെതിരെ പരാതി കൊടുത്തപ്പോൾ ഈ പയ്യനെ കൊല്ലാൻ, വാഹനം എടുപ്പിച്ച് കടത്താൻ, വീട്ടിലിരുത്താൻ വേണ്ടി കൊട്ടേഷൻ കൊടുക്കാൻ നിന്ന ആളാണ് ഈ ബാങ്കിന്റെ പ്രസിഡന്റായ രാമേന്ദ്രൻ. കാരാകുർശി മണ്ഡലം പ്രസിഡന്റ് ഹിലാല്, കരിമ്പ മണ്ഡലം പ്രസിഡന്റ് നൌഷാദ്, തച്ചമ്പാറ മണ്ഡലം പ്രസിഡന്റ് റിയാസ്. ഇത് നടക്കില്ല ഇവിടെ എന്നാണ് DC പ്രസിഡന്റ് പറഞ്ഞത്. പിന്നെ ഈ പേര് നടക്കൂല, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഈ പേര് 3 പേരിൽ അടുത്തടുത്ത് പറ്റൂലെന്ന്. അപ്പൊ ഒരാളെ തട്ടണം, അതിലൊരു ഇരയാണ് ഞാൻ. അല്ലാതെ ഇന്ന അന്വേഷിച്ച് ഒരു മനുഷ്യന്റെ അവസാനത്തെ ആഗ്രഹം ഉണ്ടാവും. ഓർമ്മ വെച്ച കാലം മുള പിടിച്ച കൊടിയാണ്. അപ്പോ ഇതെന്താ അറിയോ, ഇതില് ഒരു ജാതി വർഗ വിവേചനം പോലെ എന്നോട് കാണിച്ചിട്ടുണ്ട്. ഞാനൊരു കോൺഗ്രസ്സുകാരനാണ്, ഒരു സോഷ്യലിസ്റ്റ് ചിന്താധികാരനായ കോൺഗ്രസ്സുകാരൻ കൂടിയാണ്. ഞാനൊരിക്കലും എൻ്റെ പഞ്ചായത്തിൽ നിങ്ങൾക്ക് അന്വേഷിച്ചറിയാം. ഞാൻ എല്ലാ മതസ്ഥരെയും എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു പൊതുപ്രവർത്തകനായിരുന്നു ഞാൻ. ചിലപ്പോൾ 1-2 ആളുകൾ അധികം മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് ചിലപ്പോൾ വരും. അത് ചിലപ്പോൾ ആ ഒരു കുറെ ബന്ധങ്ങളൊക്കെ വെച്ച് ചിലപ്പോൾ വരുമായിരിക്കും. ഇതൊക്കെ ഞാൻ വന്നു കഴിഞ്ഞാൽ അവൻ ഒറ്റ ചെറി ഇരിക്കും. ഇയാളെ ചെറി കണ്ടിട്ടില്ല നിങ്ങളുടെ DC പ്രസിഡന്റ്? ആ ചെറിയിൽ തന്നെ ഒരു വാർഡ് പ്രസിഡന്റ് ആകാനുള്ള പക്വത പോലും ഇല്ലാത്ത ഒരാളെ കുറിച്ചിട്ടാണ് DCC പ്രസിഡന്റ് ആക്കിയിരിക്കുന്നത്. കോൺഗ്രസ് കേരളത്തിൽ ദുർബലമായെന്ന് സുരേഷ് ബാബു പറഞ്ഞു. കോൺഗ്രസ് BJPയെ പോലെ തരം താഴ്ന്നു. ലൈംഗിക വൈകൃതമുള്ളവരെ സംരക്ഷിക്കുന്ന പാർട്ടിയായി കോൺഗ്രസ് മാറി. ജനങ്ങൾക്ക് കോൺഗ്രസിനെ വിശ്വാസമില്ലാതായെന്നും പാലക്കാട് MLAയോട് ജനങ്ങൾക്ക് വെറുപ്പാണെന്നും സുരേഷ് ബാബു പറഞ്ഞു. CPM-നകത്തേക്ക് ഞങ്ങളെ വിശ്വസിച്ച് വന്നാൽ ഞങ്ങളുടെ ജീവനേക്കാൾ കൂടുതൽ അവരെ സംരക്ഷിക്കുക എന്നുള്ള നിലപാടായിരിക്കും ഞങ്ങൾ പൊതുവെ ഇതുവരെ സ്വീകരിച്ചിട്ടുള്ളത്, ഇന്നും സ്വീകരിക്കുന്നത്, നാളെയും അങ്ങനെ തന്നെയായിരിക്കും സ്വീകരിക്കുക. അതുകൊണ്ട് റിയാസിന് അതിലൊരു ആശങ്ക വേണ്ട കാര്യമില്ല. റിയാസിന് എല്ലാ തരത്തിലുള്ള സംരക്ഷണവും CPM-ന്റെ ഭാഗത്തുനിന്നുണ്ടാവും. UTV ന്യൂസ്, പാലക്കാട്.